ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും കൈമണ്ണിൽ ഫാമിങ്ങിലോട്ട് സ്വാഗതം. എന്താല്ലേ സമയത്തിൻ്റെയൊക്കെ ഒരു പോക്ക്. അപ്പോൾ ഗൈസ്, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് വൺസ് മോർ. ഇതാണ് നമ്മുടെ മണിക്കുട്ടിക്കുണ്ടായ കുഞ്ഞു ഞോട്ട. ഞങ്ങൾ അതിന് പേരിട്ടിരിക്കുന്നത് സിംഗു എന്നാണേ. അത്യാവശ്യം ചാടി മറിയാനുള്ള ആരോഗ്യം ആയപ്പോഴത്തേനും നമ്മൾ കഴുത്തിലൊരു മണിയൊക്കെ തൂക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മണിക്കുട്ടിക്ക് ഈ ഒരു കുഞ്ഞു ഞൂട്ട ഉണ്ടായിട്ട് ഇന്നിപ്പോൾ 18ാമത്തെ ദിവസമാണ്. ദിവസവും പാലുകുടിയിൽ നിന്ന് മാറി ചെറിയ ഇലയൊക്കെ കടിക്കാൻ തുടങ്ങിയപ്പോൾ ജസ്റ്റ് ഒന്ന് തള്ളാമാറിലൂടെ പറമ്പിലോട്ട് തീറ്റാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. കൊണ്ടുകൊണ്ട് താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഇലയും പച്ചപ്പും ഒഴിച്ച് ബാക്കി എല്ലാം കടിച്ചു തിന്നുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ അവളുടെ സൈസിന് പറ്റി 1-2 ഇലയൊക്കെ കടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ആൾക്ക് നോട്ടം മണ്ണിലോട്ട് തന്നെയാണ്. ചെറിയതായിട്ട് കൈത്തീറ്റയൊക്കെ കൊടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ കണ്ണ് തെറ്റി കഴിഞ്ഞാൽ കല്ലും മണ്ണുമാണ് വായിലുണ്ടാവുക. ഡാമൊക്കെ തുറന്നത് കൊണ്ട് ഇവിടെ അടുത്ത് കനാലുള്ളപ്പോൾ കനാലിനകത്ത് 2 ദിവസമായിട്ട് വെള്ളമുണ്ട്. വറ്റി പോകുന്നതിന് മുന്നായിട്ട് ഞാൻ ഇവളെയും കൊണ്ട് പോയി നല്ല ഒന്ന് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പാലക്കാടിലെ ചൂടിനെ പറ്റി പ്രത്യേകിച്ച് വിശേഷിപ്പിക്കാനായിട്ടൊന്നുമില്ലല്ലോ. കനാലിലെ വെള്ളം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നുണ്ടെങ്കിൽ കുളിപ്പിച്ച് കരയിലോട്ട് കയറ്റി 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. കുട്ടിയും തള്ളയും തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നാടനാടുകൾ തന്നെ വേണം. അതന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നതും. തള്ളയ്ക്കൊരു കുട്ടി ഉള്ളതായിട്ടോ കുട്ടിക്കൊരു തള്ളയുള്ളതായിട്ടോ യാതൊരു അറിവും ഇല്ല അവർക്ക് തമ്മിൽ. ദിവസവും 4 നേരം പാല് കൊടുക്കുന്ന സമയം ഒഴിച്ച് ബാക്കി ഏത് നേരത്തെ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാലും അവളൊന്ന് തട്ടി മാറ്റും. വളരെ സാധാരണമായി നടക്കാറും അതിലും സാധാരണമായിട്ട് ഇങ്ങനെ 4 കാലിൽ കുതിച്ച് ചാടിക്കൊണ്ടും അതിലും അസാധാരണമായിട്ട് റിവേഴ്സ് ഗിയറിലിട്ട് ചാടുമ്പോഴാണ് നടത്തത്തിനും ഓട്ടത്തിനും ചാട്ടത്തിനൊക്കെ അതിൻ്റെതായ ഒരു അർത്ഥം വരുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മുടെ സിംഗുമണിയുടെ പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.